പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ കണ്ട ഒരു പോസ്റ്റാണ് ഈ ചെറിയൊരു വീഡിയോ തരാനായിട്ട് എന്നെ പ്രേരിപ്പിക്കുന്നത്. അതെങ്ങനെയാണ്, കന്യാസ്ത്രീ വിഷയത്തിൽ മാർ ജോസഫ് പാംബ്ലാനിയുടെ സ്റ്റേറ്റ്മെൻറ്റ് സഭയുടെ സ്റ്റേറ്റ്മെൻ്റ് അല്ല, സഭയുടെ അഭിപ്രായമല്ല എന്ന് സഭാ നേതൃത്വം പറഞ്ഞിരിക്കുന്നു. എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ തന്നെ മാർ ജോസഫ് പാംബ്ലാനിയുടെ ഏത് തീരുമാനമാണ് സഭയുടെ തീരുമാനത്തോട് യോജിച്ചു പോകുന്നത്? എന്നും സഭാവിരുദ്ധരോടൊത്ത് സഞ്ചരിക്കുകയും സഭാവിരുദ്ധരെ താലോലിക്കുകയും സഭയോട് ചേർന്ന് നിൽക്കുന്ന മക്കളെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുകയും, അതായത് കോടതിക്ക് പോലും ബോധ്യപ്പെട്ട പരിശുദ്ധ കുർബാന അർപ്പണത്തിൻ്റെ മൂല്യത്തെക്കുറിച്ച് യാതൊരു ബോധവുമില്ലാതെ സമവായമെന്ന, അതായത് വെളിപാടിൻ്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ തീയോ ചൂടോ തണുപ്പോ ഇല്ലാത്തവന് ആയ നിന്നെ വായിൽ തുപ്പിക്കളയെന്ന് പറയുന്നൊരവസ്ഥ, ആണും പെണ്ണും കെട്ട അവസ്ഥയാണ് ഈ സമവായം എന്നൊരവസ്ഥ. ഏതെങ്കിലും ഒന്നിൽ നിൽക്കേണ്ട ഒരു വ്യക്തി അതിൽ നിന്ന് തന്നെ അത് സഭയുടെ തീരുമാനമല്ല എന്ന് എല്ലാവർക്കും അറിയാം. അതായത് സഭാവിരുദ്ധരോടൊത്ത്, സൂനോദോസ് വിരുദ്ധരോടൊത്ത്, സഭയെ ആക്രമിക്കുന്ന വ്യക്തികളോടൊത്ത് സഞ്ചരിക്കുന്ന ഒരു വൈകൃത ജീവിതമാണ് മാർ ജോസഫ് പാംബ്ലാനിയുടേത്. അതിനോടൊത്ത് തന്നെ സഞ്ചരിക്കുകയാണ് മാർ തട്ടിലും. അപ്പോൾ ഇവർക്ക് സത്യത്തിൽ ഈ കന്യാസ്ത്രീ വിഷയത്തിൽ ന്യായമായിട്ട് ഗവൺമെൻറ്റിനെ വിമർശിക്കാനോ ഗവൺമെൻറ് പിന്നാലെ നടക്കാനോ അല്ലെങ്കിൽ ഒരു വാക്ക് ഉരിയാടാൻ പോലുമുള്ള അവകാശം ഈ മെത്രാന്മാർക്ക് ആർക്കും ഇല്ല എന്നുള്ളതാണ് സത്യം. വളരെ വികൃതമായ രീതിയിൽ ഒരു സഭയെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഇവർക്ക് സഭയുടെ മക്കൾക്ക് കൊടുക്കേണ്ട ന്യായമായ അവകാശങ്ങൾ പോലും കൊടുക്കാത്ത, കോടതി വിധിയെ മാനിക്കാത്ത ഇവർക്ക് എങ്ങനെയാണ് കേന്ദ്ര സർക്കാരിനോട് നീതി പുലർത്താൻ പറയാൻ സാധിക്കുക?